അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, മൃത്യുവിൽ നിന്ന് ജീവനിലേക്കും ഓരോ വ്യക്തിയെയും നയിക്കുന്നവയാണ് ഓരോ വിദ്യാലയവും. ദൈവാനുഗ്രഹത്തിൻ്റെ തണലിൽ, വിശുദ്ധ പൂജരാജാക്കന്മാരുടെ സംരക്ഷണത്തിൽ, വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മധ്യസ്ഥതയിൽ 75 വർഷങ്ങൾ പിന്നിട്ട് ജൂബിലി നിറവിൽ നിൽക്കുന്ന നമ്മുടെ വിദ്യാലയം അനേകർക്ക് വിജ്ഞാന സമ്പാദനത്തിനുള്ള വേദിയായി മാറി. മണിമല ഗ്രാമത്തിൻ്റെ അക്ഷരദീപമായി പ്രശോഭിക്കുന്ന മണിമല ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൻ്റെ 2024-2025 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഏറെ സന്തോഷത്തോടെ അവതരിപ്പിക്കട്ടെ. മാനേജ്മെന്റ്. ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിന്റെ രക്ഷാധികാരി അഭിവന്യ മാർ തോമസ് തറയിൽ പിതാവും കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ ഡോക്ടർ ജോബി മൂലയിലും സ്കൂൾ മാനേജർ വെരി റവറൻഡ് ഫാദർ മാത്യു താന്നിയത്തും അസിസ്റ്റന്റ് സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ വർഗീസ് ചിറയിലുമാണ്. അഭിവന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിനെയും സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിച്ച മുൻ കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ മനോജ് കറകയിലിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം അസിസ്റ്റന്റ് സ്കൂൾ മാനേജറായി സേവനമനുഷ്ഠിച്ച് കുറുമ്പനാടും സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലേക്ക് സ്ഥലം മാറിപ്പോയ ഫാദർ സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിലിനെ നന്ദിയോടെ സ്മരിക്കുന്നു. സ്റ്റാഫ്. ഹെഡ് മിസ്ട്രസ് ശ്രീമതി മെർലി സേവ്യറിന്റെ നേതൃത്വത്തിൽ 10 അധ്യാപകർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം 2024 മെയ് 31 ഈ വിദ്യാലയത്തിൽ നിന്നും വിരമിച്ച മുൻ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ബീന ജോസഫിന്റെ തസ്തികയിൽ ശ്രീമതി മെർലി സേവ്യർ ചുമതലയേറ്റു. ഈ വിദ്യാലയത്തിലെ അധ്യാപികയും പിന്നീട് കറിക്കാട്ടൂർ സെന്റ് തോമസ് LP സ്കൂളിലെ പ്രഥമ അധ്യാപികയായി സ്ഥലം മാറിപ്പോയ ശ്രീമതി മിനിമോൾ ജോസഫിന്റെ തസ്തികയിൽ ശ്രീമതി ജെസ്സി ആന്റണിയും 2024 ജൂലൈ 9 സ്ഥലം മാറിപ്പോയ ശ്രീമതി അമൃത ജോസഫിന്റെ ഒഴിവിൽ മിസ് ലക്ഷ്മി സതീഷും നിയമിതയായി. ഈ അധ്യയന വർഷത്തെ ആദ്യ സ്റ്റാഫ് കൗൺസിൽ യോഗത്തിൽ SRG കൺവീനറായി റവറൻഡ് സിസ്റ്റർ നവ്യ SHനെയും PTA സെക്രട്ടറിയായി ശ്രീ സനീഷ് K സെബാസ്റ്റ്യനെയും സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീമതി എലിസബത്ത് തോമസിനെയും തെരഞ്ഞെടുത്തു. പ്രവേശനോത്സവം. 2024 ജൂൺ 3 നവാഗതരെ സ്വീകരിക്കുന്നതിനായി പ്രവേശനോത്സവം നടത്തി. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ മാത്യു താമേത്ത് ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുങ്ങളെ ചന്ദനക്കുറി അണിയിച്ച് പല നിറങ്ങളിലുള്ള ബലൂണുകളും മധുര പലഹാരങ്ങളും നൽകി സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് അവരെ സ്വീകരിച്ചു. PTA MPT കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികസനത്തിനും നിർണായകമായി പങ്കുവഹിക്കുന്നവരാണ് മാതാപിതാക്കന്മാരും അധ്യാപകരും. സുശക്തവും കാര്യക്ഷമവുമായ PTAയും MPTAയും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. 2024 ജൂൺ 25 നടന്ന ഈ വർഷത്തെ PTAയുടെ പ്രഥമ യോഗത്തിന് ഹെഡ് മിസ്ട്രസ് മെർലി ടീച്ചർ സ്വാഗതമരുളി. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ മാത്യു താന്നിയർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റായി ശ്രീ സിറിയക് മാത്യുവിനെയും MPTA പ്രസിഡന്റായി ശ്രീമതി സിമി അലോഷ്യസിനെയും തെരഞ്ഞെടുത്തു. തദവസരത്തിൽ ഉത്തരവാദിത്വപൂർണമായ രക്ഷകർത്തൃത്വത്തെക്കുറിച്ച് ശ്രീ ജോൺ പീറ്റർ ക്ലാസ് നയിച്ചു. വിദ്യാലയ പ്രവർത്തനങ്ങൾ. വിശുദ്ധ കുർബാനയോടെ സ്കൂൾ വർഷം ആരംഭിക്കുകയും ഈശോയുടെ തിരുഹൃദയത്തിൽ സ്കൂളിനെ സമർപ്പിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. വിദ്യാലയ അങ്കണത്തിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും സമ്പൂർണ്ണ വ്യക്തിത്വ വികാസം ലക്ഷ്യമാക്കി നവീനവും വിജ്ഞാനപ്രദവുമായ പാഠ്യേതര പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയം നടത്തിവരുന്നു. LF നഴ്സറി. ശിശു സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ പ്രവർത്തനാധിഷ്ഠിത ബോധന രീതിയിൽ പ്രവർത്തിക്കുന്ന LF നഴ്സറി സ്കൂൾ ഈ വിദ്യാലയത്തിന്റെ വളർച്ചയുടെ കാൽവെപ്പാണ്. 2025 ജനുവരി 29 സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റിൽ വിവിധ ഇനം കലാപരിപാടികളിൽ പങ്കെടുത്ത് കുഞ്ഞുങ്ങൾ തങ്ങളുടെ കഴിവുകൾ മാറ്റുരയ്ക്കുകയുണ്ടായി. ഭവന സന്ദർശനം. വിദ്യാർത്ഥികളുടെ കുടുംബാന്തരീക്ഷം മനസ്സിലാക്കുന്നതിനും വേണ്ട പഠന പിന്തുണ നൽകുന്നതിനുമായി അധ്യാപകർ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും അങ്ങനെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുകയും ചെയ്തു. കൈത്താങ്ങ പഠന പിന്തുണ പദ്ധതി.
ഓരോ വിദ്യാർത്ഥിയുടെയും ഉള്ളിലെ മികവ് കണ്ടെത്തുക എന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. പഠന മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി വിദ്യാലയ സമയത്തിനു ശേഷം അധ്യാപകരുടെ നേതൃത്വത്തിൽ കൈത്താ പഠന പിന്തുണ പദ്ധതി ഈ വിദ്യാലയം നടപ്പിലാക്കി വരുന്നു. പ്ലാറ്റിനം ജൂബിലി നിറവിൽ LF. പ്ലാറ്റിനം ജൂബിലി നിറവിൽ നിൽക്കുന്ന ഈ വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥികൾക്കായി ഒരു ഓൺലൈൻ മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. ഓർമ്മച്ചില്ലയിൽ എന്ന പേര് നൽകി പഠനകാലത്തെ ഓർമ്മകൾ അവർ പങ്കുവച്ചു. ജൂബിലിയോടനുബന്ധിച്ച് കൊച്ചുകുട്ടികൾക്കായി നഴ്സറി സ്കൂളുകളിൽ കളറിംഗ് മത്സരവും നടത്തി. പഠന പ്രവർത്തനങ്ങൾ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുട്ടികളിലെ വൈജ്ഞാനിക ശേഷികൾ വികസിപ്പിക്കുവാൻ ഉതകുന്ന വിധത്തിൽ വൈവിധ്യമാർന്ന പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. LSS, വിവിധ മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് കുട്ടികളെ സജ്ജരാക്കാൻ പരിശീലന ക്ലാസുകൾ നടത്തുന്നു. വായനാശീലം വളർത്തുന്നതിനായി ക്ലാസ് അടിസ്ഥാനത്തിൽ ലൈബ്രറികൾ സജ്ജീകരിച്ചിരിക്കുന്നു. കുട്ടികളിൽ പൊതുവിജ്ഞാനം വളർത്തുന്നതിനായി വിവിധ ദിനാചരണങ്ങളോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ക്ലബ്ബുകളുടെ രൂപീകരണം. കുട്ടികളിൽ നേതൃഗുണം, ആത്മവിശ്വാസം, സാമൂഹികത, നിരന്തരം പഠിക്കുവാനുള്ള കഴിവ്, ഉദ്ദേശശുദ്ധി, ഉത്തരവാദിത്തം, സ്വയം അച്ചടക്കം, ആളുകളുമായി ആശയവിനിമയം നടത്താനും കേൾക്കുവാനുമുള്ള കഴിവ്, സ്ഥിരോത്സാഹം എന്നിവ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിവിധ ക്ലബ്ബുകൾ രൂപീകരിച്ചു. എക്കോ ക്ലബ്, സ്പോർട്സ് ക്ലബ്, ഇംഗ്ലീഷ് ക്ലബ്, മാത്സ് ക്ലബ്, വിദ്യാരംഗം, സയൻസ് ക്ലബ്, ഹെൽത്ത് ക്ലബ് എന്നീ ക്ലബ്ബുകളിൽ കുട്ടികൾ പ്രവർത്തിച്ചു വരുന്നു. ദിശ. സിവിൽ സർവീസ്, ഗവൺമെൻറ് പൊതുസേവന തസ്തികകളിലേക്ക് കുട്ടികളെ ഏറ്റവും ചെറുപ്പത്തിലെ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചങ്ങനാശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ദിശ പരിശീലനം നമ്മുടെ സ്കൂളിൽ ജൂണിൽ തന്നെ നടപ്പിലാക്കി വന്നു. ബഹുമാനപ്പെട്ട ടോം സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിശ്ചിത പീരീഡുകളിൽ ICT ക്ലാസുകൾ നടക്കുന്നു. ഉച്ചഭക്ഷണ പദ്ധതി. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി പോഷകസമൃദ്ധമായ ഭക്ഷണം ശുചിയോടെയും ചൂടോടെയും കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും നൽകി വരുന്നു. സ്റ്റുഡൻറ് സേവിംഗ് സ്കീം. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി സ്കൂൾ സേവിംഗ് സ്കീം കാര്യക്ഷമമായി നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. ദിനാചരണങ്ങൾ. പ്രധാന സംഭവങ്ങൾ, പ്രവർത്തനങ്ങൾ, വ്യക്തികൾ തുടങ്ങിയവയോടുള്ള ആദരവ്, പ്രാധാന്യം എന്നിവ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ദിനാചരണങ്ങളിലൂടെ ലക്ഷ്യമാക്കുന്നത്. പരിസ്ഥിതി ദിനാചരണം, വായനാ ദിനം, സ്വാതന്ത്ര്യ ദിനം, ടീച്ചേഴ്സ് ഡേ, ഓണാഘോഷം, സ്കൂൾ ഡേ, ശിശുദിനം, ദേശീയ ആയുർവേദ ദിനം, ക്രിസ്മസ്, ചാന്ദ്രദിനം തുടങ്ങിയവ സമുചിതമായി ആഘോഷിച്ചു. വായനാ ദിനം ജൂൺ 19 വായനാ ദിനമായി ആഘോഷിച്ചു. പ്രശസ്ത സാഹിത്യകാരനും അധ്യാപകനുമായ ശ്രീ പ്രകാശ് മണിമല ഉദ്ഘാടന കർമ്മം നടത്തി. മലയാളത്തിലെ ചില പ്രശസ്ത സാഹിത്യകാരന്മാരുടെയും അവരുടെ ചില കഥാപാത്രങ്ങളുമായി കുട്ടികൾ ഒരുങ്ങി വന്നത് വളരെ നയനമനോഹരമായിരുന്നു. ശിശുദിനം. നവംബർ 14 ശിശുദിനത്തിനോടനുബന്ധിച്ച് ശിശുദിന റാലി നടത്തി. ചാച്ചാജിയുടെ വേഷത്തിൽ കുട്ടികൾ അണിഞ്ഞൊരുങ്ങി വന്നത് കണ്ണിന് ഏറെ കൗതുകം നിറഞ്ഞ കാഴ്ചയായിരുന്നു. കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും അന്നേ ദിവസം മധുര പലഹാരങ്ങൾ നൽകി. ഓണാഘോഷം. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തോടുകൂടെ സംയുക്തമായി ഓണാഘോഷം നടത്തി. അധ്യാപകരെ ആദരിക്കുകയും PTA സഹകരണത്തോടെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുകയും വിളമ്പുകയും ചെയ്തു. ക്രിസ്മസ് ആഘോഷം. ഡിസംബർ 23 ക്രിസ്മസ് ആഘോഷം നടത്തുകയുണ്ടായി. എല്ലാ ക്ലാസ്സുകാരുടെയും കരോൾ ഗാനാലാപനവും കലാപരിപാടികളും ഉണ്ടായിരുന്നു. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും കേക്ക് വിതരണം നടത്തുകയുണ്ടായി. പഠനയാത്ര. വിനോദം, പാഠഭാഗങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക, പ്രകൃതി പ്രതിഭാസങ്ങളുടെ നിരീക്ഷണത്തിനും മാനസിക ഉല്ലാസത്തിനും വേണ്ടിയുള്ളതാണ് പഠനയാത്രകൾ. നവംബർ 26 നഴ്സറി മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയും നവംബർ 29 3 മുതൽ 5 വരെയുമുള്ള കുട്ടികൾക്കായി പഠനയാത്രകൾ നടത്തി. നേട്ടങ്ങൾ. 2024-2025 അധ്യയന വർഷത്തിൽ LFലെ കുരുന്നുകൾ നിരവധി മത്സരത്തിൽ പങ്കെടുത്ത് അവരുടെ മാറ്റ് തെളിയിക്കുകയുണ്ടായി.
കറുകച്ചാൽ ഉപജില്ലാ സാമൂഹ്യശാസ്ത്ര മേളയിൽ LP വിഭാഗം ഓവറോൾ 2ാം സ്ഥാനവും ഗണിതശാസ്ത്ര മേളയിൽ LP വിഭാഗം 2nd ഓവറോളും നേടുകയുണ്ടായി. കറുകച്ചാൽ ഉപജില്ലാ കലോത്സവത്തിൽ LP വിഭാഗം 2ാം സ്ഥാനം കരസ്ഥമാക്കി. കറുകച്ചാൽ ഉപജില്ലാ പ്രവൃത്തി പരിചയമേള, വിദ്യാരംഗം, കലാസാഹിത്യവേദി, സർഗോത്സവം, കായികമേള എന്നിവയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല പ്രകടനം കാഴ്ചവെച്ചു. DCL ടാലന്റ് ഫെസ്റ്റ് മേഖലാതലത്തിൽ 1ാം സ്ഥാനത്തിന് അർഹരായി. 4ാം ക്ലാസ്സിലെ മികച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന തലത്തിൽ നടത്തപ്പെടുന്ന LSS സ്കോളർഷിപ്പിന് നമ്മുടെ വിദ്യാർത്ഥികളായ ദൃശ്യ രാജേഷും അഞ്ജു വർഗീസും അർഹരായി. ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് നടത്തുന്ന വേദപാഠ സ്കോളർഷിപ്പ് പരീക്ഷയിൽ ആൽവിൻ റൂബി 3rd റാങ്ക് കരസ്ഥമാക്കി. മണിമല പഞ്ചായത്ത് സംഘടിപ്പിച്ച ഹരിതസഭയിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് 5 കുട്ടികൾ പങ്കെടുത്തു. മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള A+ ഗ്രേഡ് നമ്മുടെ സ്കൂൾ കരസ്ഥമാക്കി. ഭാരതത്തിൻ്റെ തനതായ ചികിത്സാശാസ്ത്രം രേഖപ്പെടുത്തപ്പെട്ട കാലഘട്ടത്തിൻ്റെ കണക്കനുസരിച്ച് പുരാതനമെങ്കിലും ഇന്നും നിലനിൽക്കുന്ന വിജ്ഞാന ശാഖയാണ് ആയുർവേദം. ഇതിൻ്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ലോക ആയുർവേദ ദിനമായ ഒക്ടോബർ 29-ന് ആയുർവേദ ഡോക്ടർ ശാലിനി MN ക്ലാസ് നയിച്ചു. ഇതിനെ തുടർന്ന് പ്രകൃതിയും ആയുർവേദവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ചിത്രരചന മത്സരം നടത്തി. ഇതിൽ 5ാം ക്ലാസ്സിലെ സേബ ആൻഡ് വർഗീസ്, ദൃശ്യ രാജേഷ്, ആദ്യ ദീപു എന്നിവർ വിജയികളായി. ദീപിക കളർ ഇന്ത്യ മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ ശിവദ സുനീഷ്, ഏബൽ ജോർജ് സന്തോഷ് എന്നീ കുട്ടികൾ സമ്മാനാർഹരായി. ഓറിയൽ അക്കാഡമിക് കൗൺസിൽ നടത്തിയ ഇന്റർനാഷണൽ ടാലന്റ് ഹണ്ടിൽ 52 കുട്ടികൾ പങ്കെടുത്തു. 4ാം ക്ലാസ്സിലെ അനിൽഡ എൽസ സിറിയൽ 3ാം റാങ്കിന് അർഹയായി. 30 കുട്ടികൾ A+ന് അർഹരായി. ശുചിത്വം ഒരു സംസ്കാരമാണ്. ഒരു വ്യക്തിക്കും ഒരു സമൂഹത്തിനും ഏറെ പ്രാധാന്യമുള്ള സംസ്കാരം. ശുചിത്വം പാലിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബഹുമാനപ്പെട്ട സനീഷ് സാർ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു. വായനയുടെ പ്രാധാന്യം കുട്ടികളിൽ എത്തിക്കുന്നതിനായി ദീപിക നമ്മുടെ ഭാഷാ പദ്ധതി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ക്ലാസ്സുകളിലേക്കും സുമനസ്സുകൾ പത്രം സ്പോൺസർ ചെയ്തു. നന്ദിയോടെ 75 വർഷങ്ങൾ പിന്നിട്ട് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ ഈ വിദ്യാലയത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയ സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഒരു പിതാവിനെടുത്ത വാത്സല്യത്തോടെ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന സ്കൂൾ മാനേജർ വെരി റവറൻഡ് ഫാദർ മാത്യു താന്യത്തിനും അസിസ്റ്റന്റ് സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ വർഗീസ് ചിറയിലിനും കൈക്കാരന്മാർക്കും നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഈ വിദ്യാലയത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ സഹായ സഹകരണങ്ങൾ നൽകി വരുന്ന കോർപ്പറേറ്റ് മാനേജർ വെരി റവറൻഡ് ഫാദർ ഡോക്ടർ ജോബി മൂലയിലിനോടുള്ള സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. വിദ്യാലയ പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന PTA, MPTA ഭാരവാഹികളോടും എല്ലാ രക്ഷകർത്താക്കളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളട്ടെ. ഈ വിദ്യാലയത്തിന്റെ നന്മയ്ക്കായി പ്രയത്നിക്കുകയും വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനം നൽകുകയും ചെയ്യുന്ന ഹെഡ് മിസ്ട്രസ് മെർലി സേവ്യറിനും എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും സർവോപരി ഈ വിദ്യാലയത്തെ സജീവമാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു.